Hello friends, welcome to my YouTube channel Haru and Tanu. ഈ ഇടയ്ക്ക് അമ്മ നട്ടുകൊടുത്ത കോവലം ഇതാ ഇവിടെ കായ്ച്ചിട്ടുണ്ട്. കോവയ്ക്ക നമുക്കറിയാം ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ് കഴിക്കുന്നത്. അധികം കെയർ ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് കോവലം. നമുക്ക് നല്ല ഇനത്തിൽപ്പെട്ട ഒരു കോവലത്തിന്റെ തണ്ട് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ നട്ട് കൊടുത്തിട്ട് നമ്മുടെ ടെറസിലേക്കൊക്കെ പന്തലിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കോവയ്ക്ക ഉണ്ടാകാനായിട്ട് തുടങ്ങും. അധികം കീടബാധയൊന്നും ഏൽക്കാത്ത ഒരു ചെടിയാണ് കോവലം. ചെറിയ ഒരു പ്രശ്നം ഞാൻ കണ്ടേക്കുന്നത് ഉറുമ്പിന്റെ ശല്യമാണ്. അതിനായിട്ട് നമുക്ക് ഉറുമ്പ് പൊടി ഇതിന്റെ കടയ്ക്ക് ചുറ്റും ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. വേപ്പിൻ പിണ്ണാക്കിന്റെ മിശ്രിതം ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കുന്നതും വളരെ നല്ലതാണ്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തതൊന്ന് കണ്ടു നോക്കൂ. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഉറുമ്പിനെ കാണുന്ന ഭാഗത്ത് കറുകപ്പട്ട പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നതും ഉറുമ്പിന്റെ ശല്യം മാറ്റാനായിട്ട് സഹായിക്കും. ഇതുപോലെ പറിച്ചിട്ട് ഫ്രഷ് ആയിട്ട് കഴിക്കാനും അതുപോലെ തന്നെ മെഴുക്കുവരട്ടിയോ തോരനോ ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതും വളരെ നല്ലതാണ്. കൈ എത്തുന്ന ഹൈറ്റിൽ ഇതുപോലെ പന്തലിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. ചിലതൊക്കെ പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു സ്റ്റൂളോ കസേരയോ ഒക്കെ ഇട്ടിട്ട് വേണം പറിക്കാനായിട്ട്. ഇതിന്റെ മുകളിലൊക്കെ ഉള്ളത് പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതാണ് നമ്മൾ ഇന്ന് പറിച്ചെടുത്തേക്കുന്ന കോവയ്ക്ക. ഇതുകൊണ്ട് നമുക്ക് ഇന്നൊരു തോരൻ ഉണ്ടാക്കാം. ഇത് കഴുകി വൃത്തിയാക്കി നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ടോ അഥവാ വട്ടത്തിലോ നീളത്തിലോ ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുക്കാവുന്നതാണ്. ഒരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകിന്റെ ഒപ്പം തന്നെ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 2 പച്ചമുളകും നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് കടുക് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 പിടി ചെറിയുള്ളിയും അതുപോലെ തന്നെ 5ഓ 6ഓ വെളുത്തുള്ളി വട്ടത്തില് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ലൊരു മണം വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെയിം സിമ്മിലേക്ക് ആക്കിയിട്ടാണ് നമ്മളിവിടെ പൊടികൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. കോവയ്ക്ക നമ്മൾ തോരനോ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം ചേർക്കാതെ ഇതുപോലെ നമ്മൾ മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. വെള്ളം ചേർക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കുറഞ്ഞതായിട്ട് തോന്നാറുണ്ട്. ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പാത്രം വെച്ച് അടച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ കോവയ്ക്ക ഇവിടെ ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ആയിട്ട് ചിരണ്ടിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. കോവയ്ക്ക വെന്തതിന് ശേഷം തേങ്ങ ചേർത്തിട്ട് ഇനി നമുക്ക് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വലിയിച്ചെടുത്താൽ മതി. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വലിയണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്കിത് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കോവയ്ക്ക തോരൻ ഇവിടെ റെഡിയാണ്. ഇത് ചോറിൻ്റെ ഒക്കെ ഒപ്പം വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ്സിൽ പറയുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ് ഹരു ആൻഡ് താനു. ബൈ.